ശുദ്ധമ്മയോടൊപ്പം ഈ ജപമാല മാസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് സഭയിൽ സുവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. പ്രത്യേകമായിട്ട് നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാം. പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ശാലോമിലൂടെ സംരക്ഷണം ചെയ്യപ്പെടുന്ന ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ഈ വലിയ പ്രാർത്ഥന വഴി ലോകത്തിന് നൽകുന്നുണ്ട്. ഒരുപാട് പേര് പല സമയങ്ങളിൽ 5:30-ക്കും 1 മണിക്കും രാത്രി 9 മണിക്കുമുള്ള സമയത്ത് ഇതിനോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ജപമാല രാജ്ഞിയെ കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവരെല്ലാം ഈശോ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ, പ്രാർത്ഥിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഭയിലെങ്ങും പ്രാർത്ഥനയുടെ വലിയ ശക്തി ഉണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ അമ്മ വഴി സമർപ്പിക്കാം. കരങ്ങൾ കൂപ്പി അമ്മയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മിന്നിമായും മിന്നലൊളി പോലെ വിണ്ണിലങ്ങ് മിന്നിനിൽ പവളേ, സൂര്യനെ ഉടയാടയാക്കിയ കന്യകേ, ചന്ദ്രനെ പാദപീഠമാക്കിയൊരംബികേ, സൂര്യനെ ഉടയാടയാക്കിയ കന്യകേ, ചന്ദ്രനെ പാദപീഠമാക്കിയൊരംബികേ, മരിയേ അമലേ അമലോത്ഭവേ കന്യേ, സർവം ഹൃദയേ സംഗ്രഹിച്ചവളേ, മരിയേ അമലേ അമലോത്ഭവേ കന്യേ, സർവം ഹൃദയേ സംഗ്രഹിച്ചവളേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് ഈ സുഹൃത ജപം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചതാണ്, മറന്നു പോകാതിരിക്കാൻ നമുക്കൊന്ന് ഓർക്കാം. എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കി തീർക്കണമേ, ഈശോയുടേതാക്കി തീർക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കി തീർക്കണമേ, ഈശോയുടേതാക്കി തീർക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കി തീർക്കണമേ, എന്നെ ഈശോയുടേതാക്കി തീർക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തമായിട്ട് ദൈവവചനം ശ്രവിക്കാം. ഇന്നത്തെ ജപമാലയുടെ രഹസ്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുക. അത് സംഭവിച്ച സ്ഥലങ്ങൾ, അതിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ജോൺ പോൾ പാപ്പ ഈ പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ സഭയിൽ ജപമാല പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്തിട്ട് പിതാവ് ആവശ്യപ്പെട്ടത്, അതിലൂടെ ലഭിക്കുന്ന ദൈവാനുഗ്രഹം എന്തെല്ലാമാണെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ധ്യാനിക്കാം. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 19 മുതലുള്ള വചനങ്ങൾ പറയാണ്, എന്താണ് ശിക്ഷാവിധി കാരണമാകുന്നത്? പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി
അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് പ്രകാശം എന്ന് 8-ാം അധ്യായത്തിൽ പറയുന്നതിന് മുമ്പായിട്ട് നിക്കോദെമോസുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞ് ഈശോ പറയാണ്, ശിക്ഷാവിധിയുടെ കാരണം എന്താ? മനുഷ്യൻ പ്രകാശത്തെ സ്നേഹിച്ചില്ല, അതിനേക്കാൾ അധികമായിട്ട് അന്ധകാരത്തെ സ്നേഹിച്ചു. ഈ പ്രകാശം എന്താണ്? രക്ഷകനായി അവതരിച്ച യേശുക്രിസ്തു. അപ്പോൾ ഈ രക്ഷകനായ ദൈവത്തെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ അവർ അനുകരിച്ചത് തിന്മയാണ്, അന്ധകാരത്തെയാണ്. ഇപ്പം ശിക്ഷാവിധി എന്താണ്? ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് 3-ാം അധ്യായം 16-ാമത്തെ വചനം പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവൻ വഴി ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത് ഈ ദൈവ കരുണയുടെ ഡയറി മുഴുവൻ വായിക്കുമ്പോഴും ഈ ഒരു സന്ദേശമാണ് അതിൽ മുഴുവൻ കൊടുത്തേക്കുന്നത്. അവൻ മനുഷ്യനായി അവതരിച്ചത്, യുഗാന്ത്യം വരെ കർത്താവ് തുറന്നിട്ടിരിക്കുന്നത് ഈ പ്രകാശത്തിൻ്റെ വലിയൊരു വിളിയാണ്. പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് മടങ്ങി വരാനുള്ള വിളി. ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ നമ്മളോട് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ്റെ ബാല്യകാലം, പിന്നെ നസറത്തിലെ നമുക്കറിയാം രഹസ്യാത്മകമായ നിഗൂഢ ജീവിതം, അതിൽ നിന്ന് ഈ പരസ്യ ജീവിതം എന്താണെന്ന് ഈ ജപമാല, കൊന്ത നമസ്കാരം ധ്യാനിക്കുമ്പോൾ നമുക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് 2000 ഈ 3-ാം സഹസ്രാബ്ദത്തിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് ഈ ജപമാലയോട് ചേർത്ത് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തത്. അതിലെ പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളായിട്ട് അതിനെ വേർതിരിക്കുന്നു. 5 സംഭവങ്ങളെ, പരസ്യ ജീവിതത്തിലെ 5 പ്രധാനപ്പെട്ട സംഭവങ്ങളെ പരിശുദ്ധ പിതാവ് എടുക്കും. ഒരുപാട് സംഭവങ്ങളുണ്ട് പരസ്യ ജീവിതത്തിൽ. കാരണം ഈശോയെ നമ്മൾ കൂടുതൽ അടുത്തറിയുന്നത്, കൂടുതൽ ധ്യാന വിഷയമാക്കുന്നത് വചനങ്ങളിൽ 4 സുവിശേഷങ്ങളിലും കൂടുതൽ കാണുന്നതും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ലേഖനങ്ങളിലുമൊക്കെ കൂടുതൽ പ്രതിപാദിക്കുന്നത് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തെക്കുറിച്ചാണ്. ഈ നിഗൂഢ ജീവിതത്തിൽ നിന്ന് പരസ്യ ജീവിതം പ്രകാശമായിട്ട്, അതാണ് അന്ന് സ്വർഗം തുറക്കപ്പെടുന്നു മത്തായിയുടെ സുവിശേഷത്തിൽ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു പ്രകാശം, വലിയൊരു പ്രകാശം അവിടെ കാണുക. എന്തിനാണ് പ്രകാശമായി ജനിച്ചവൻ അവൻ മാമോദിസ മുങ്ങുന്നത്? 1-ാമത്തെ രഹസ്യത്തിൽ അവൻ, നമ്മൾ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? അവൻ 2 കൊറിന്തോസ് 5:21 കൃത്യമായിട്ട് പറയുകയാണ്, അവൻ പാപത്തെ, 2 കൊറിന്തോസ് 5:21 നമ്മൾ പറയാണ്, ക്രിസ്തു അവനെ തന്നെ പാപമാക്കി മാറ്റി. 21-ാമത്തെ പറയാണ്, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇപ്പൊ ക്രിസ്തുവിൻ്റെ മാമോദീസ എന്ന് പറയുന്നത് പരിച്ഛേദനം നിർവഹിച്ച 8-ാം ദിവസം കൃത്യമായിട്ട് പരിച്ഛേദനം നിർവഹിച്ചതാണ്. ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ചവെച്ച ക്രിസ്തു തന്നെയാണ് സ്നാപക യോഹന്നാനോട് പറഞ്ഞത്, ഇപ്പോൾ ഇത് നീ സമ്മതിക്കുക, സകല നീതിയും പൂർത്തിയാക്കണം. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത് 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് സകല നീതിയും പൂർത്തിയാക്കണം. സകല നീതിയും പൂർത്തിയാകാൻ വേണ്ടി എന്ത് ചെയ്തു? പാപം അറിയാത്ത, എന്ന് പറഞ്ഞാൽ പാപവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അതായത് അവൻ മനുഷ്യനായി, മനുഷ്യൻ്റെ എല്ലാ സഹനങ്ങളിലും പാപമൊഴികെ അവൻ എല്ലാ കാര്യത്തിലും മനുഷ്യർക്ക് സദൃശനായെന്ന് പറയുമ്പോൾ ദൈവം അവനെ പാപമാക്കിയെന്ന് വെച്ചാൽ ഈ പാപത്തെയാണ് ജോർദാനിലെ മാമോദിസ വേളയിൽ വെച്ച് ക്രിസ്തു സ്നാനം സ്വീകരിക്കുന്നത്. മനുഷ്യന് ക്രിസ്തു നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്? നമുക്ക് വേണ്ടി പാപമായി തീർന്നവൻ, നമുക്ക് വേണ്ടി പാപമായി തീർന്നവൻ എന്ന പ്രയോഗം വരുന്ന അവിടെയാണ്. അതായത് അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. ഇപ്പം എന്താണ്? പ്രകാശം ലോകത്തിലേക്ക് വരികയാണ്. ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് അവൻ സ്നാനം സ്വീകരിക്കാൻ വരുന്നതിലൂടെയാണ്. 1-ാമത്തെ രഹസ്യത്തിൽ ജോർദാനിൽ സംഭവിക്കുന്ന ഏനോനിൽ ധാരാളം വെള്ളമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അവിടെ സ്നാപകൻ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എളിമപ്പെട്ട് സ്നാനം സ്വീകരിച്ച ഉടനെ
നമുക്കറിയാം ഈശോയുടെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു, പരിശുദ്ധാത്മാവ് വരുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ ഈശോയുടെ സ്നാനത്തെക്കുറിച്ചുള്ള ഭാഗം കാണുന്നത്. അപ്പം അത് പറയുകയാണ്, സ്നാനം എന്ന് പറഞ്ഞാൽ ഇത് സമ്മതിക്കുന്നു, സർവ്വനീതി. പ്രിയപ്പെട്ടവരെ, മനസ്സിലായല്ലോ, ഈ നീതി പൂർത്തിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി അവനെ പാപമാക്കി മാറ്റി. അങ്ങനെ ദൈവത്തിൻ്റെ നീതി നടപ്പിലാകണം, ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു പ്രകാശം. നമ്മുടെ സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ ധ്യാനിച്ചതിന് നേരെ അടുത്ത ഘട്ടത്തിൽ എന്താണ്, ഇത് വലിയൊരു പ്രകാശം ഉണ്ടാകും. ഈ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. അതാണ് മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞ് ഈശോ ദൗത്യം ആരംഭിക്കുമ്പോൾ എന്താണ് വായിക്കുന്നത്, അവൻ സെബൂലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തിലെ കഫർനാമത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അവിടെ എഴുതി വെക്കാണ്, യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, ജോർദാൻ്റെ മറുകരയിൽ, സെബൂലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ ഈ പ്രകാശമായി തീർന്നവനെ ശരിക്കും എന്താണ് കുട്ടികളൊക്കെ പറയുന്ന പോലെ കർത്താവിൻ്റെ ഒരു സമൂഹത്തിലേക്കുള്ള ഒരു എൻട്രി, കർത്താവ് സമൂഹത്തിലേക്ക്, പരസ്യ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതെവിടെയാണ്? സ്വർഗത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലിലൂടെ. ഓരോ മാമോദിസ വേളയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കുമ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മാമോദിസ വേളയിൽ കേട്ട ആ സ്വരമാണ് ഓരോ മാമോദിസയിലും സംഭവിക്കുന്നത്. അപ്പം അതാണ് ഈ ഒന്നാമത്തെ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ. ഒന്നാമത്തെ രഹസ്യത്തിൽ അത് സംഭവിക്കുന്ന ജോർദാനിൽ എളിമപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെടുന്നവരേക്ക് ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു, സ്വർഗത്തിൻ്റെ അംഗീകാര മുദ്ര ഒരു വ്യക്തിയുടെ മേൽ പതിക്കുന്നു. ജ്ഞാനസ്നാന വേളയിൽ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്ന യേശു ക്രിസ്തു. രണ്ടാമത്തെ രഹസ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അടയാളങ്ങളിൽ കാനായിൽ സംഭവിച്ച സംഭവം. അതെന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളിത് വായിക്കുക പ്രധാനമായിട്ടും. അതായത് സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഏത് അവസരങ്ങളിലും, ഈ പ്രകാശത്തിൻ്റെ ദിവസങ്ങളിൽ അമ്മയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് ഈ ഒരു രഹസ്യത്തിൽ മാത്രമാണ്. അപ്പം അതിൻ്റെ പേരിൽ പരിശുദ്ധ ജോൺ പോൾ പാപ്പ പറയുന്നുണ്ട്, അമ്മയുടെ സാന്നിധ്യം ഇല്ല, പരസ്യജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ കരുതരുത്. എല്ലായിടത്തും അമ്മയുടെ അദൃശ്യമായ ഒരു സാന്നിധ്യമുണ്ട്. മറ്റു രഹസ്യങ്ങളിലൊക്കെ അത് കൂടുതൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ പ്രകാശത്തിൻ്റെ രഹസ്യം ഒരു തവണ മാത്രമാണ്. അത് ഈ കാനായിലെ കല്യാണം എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ അത്ഭുതങ്ങളുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം അമ്മ ആവശ്യപ്പെട്ടിട്ടാണ്. അവൻ പറയുന്നത് ചെയ്യുക. അപ്പോൾ വിശ്വാസികളിൽ ഒന്നാമത്തെ വ്യക്തിയായ മറിയത്തിൻ്റെ സഹായത്തിലാണ് ആദ്യത്തെ അത്ഭുതം സംഭവിക്കുന്നതെന്ന് യോഹന്നാൻ ശ്ലീഹയുടെ അടയാളങ്ങളുടെ പുസ്തകം, അത്ഭുതങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്. ആദ്യത്തെ അധ്യായങ്ങളെല്ലാം ഈ അടയാളങ്ങളുടെ പുസ്തകം. അതിൽ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം സംഭവിക്കുന്നത്, അത്ഭുതം സംഭവിക്കുന്നത് മറിയത്തിൻ്റെ പ്രചോദനം, മറിയത്തിൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ പറയുന്നത് ചെയ്യുക. ഇത് തന്നെയാണ് പിന്നെ സുവിശേഷകന്മാർ പറയുന്നത്, ക്രിസ്തുവിലേക്ക് നോക്കുക, അവനിലേക്ക് നോക്കുക. കാനായിൽ സംഭവിച്ചു, വെള്ളം വീഞ്ഞാക്കുന്നു, ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ വിശ്വാസത്തിലേക്ക് തുറക്കുന്നു, വിശ്വാസികളിൽ ഈ അമ്മയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്. അപ്പം നമുക്കും ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ കാനായിലെ കുടുംബത്തിൽ നടന്ന ആ അത്ഭുതം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ ഈ അമ്മയുടെ മാധ്യസ്ഥം വലിയ ഒരു ശക്തി ഉണ്ടാകും. ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമാണ് ഒരു കുടുംബത്തിൽ സംഭവിക്കുന്നത്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നമുക്ക് വളരെ ലളിതമായിട്ട് ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ ഒരു യാത്ര ചെയ്യാം. മൂന്നാമത്തെ രഹസ്യത്തിൽ നമ്മളത് കാണുന്നത് ഗലീലിലാണ്. സുവിശേഷ പ്രസംഗം ആരംഭിക്കുന്നു. ഈശോയുടെ സുവിശേഷ പ്രസംഗം, മലയിലെ പ്രസംഗം, ദൈവരാജ്യം വന്നിരിക്കുന്നു, അതുകൊണ്ട് അനുതപിക്കുക. ശരിക്കും ഈ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും മാനസാന്തരപ്പെടണമെന്നുമൊക്കെ സ്നാപകൻ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോഴും പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ, ഇത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, വൃക്ഷങ്ങളുടെ കടക്കൽ കോടാലി വെച്ച് കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്തതെല്ലാം വെട്ടി തീയിലെറിയപ്പെടും എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുകയാണ്. അത് പ്രകാശത്തിൻ്റെ വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് അറിയിക്കുന്നു, മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഈശോ പ്രവാചകന്മാരെ അയക്കുന്നു, പല രാജാക്കന്മാരെ ദൈവം പ്രത്യേകിച്ച് ദൈവം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു, പുരോഹിതന്മാരെ എടുക്കുന്നു, ഓരോ കാലഘട്ടങ്ങളിലും ജനത്തെ നയിക്കാൻ. അപ്പം അവരിലൂടെ എല്ലാം വന്ന ശേഷം പിന്നെ എന്താണ്, നമ്മൾ മുന്തിരിത്തോട്ടത്തിലെ ഉപമയിൽ കാണുന്ന പോലെ തൻ്റെ പുത്രനെ അയക്കുകയാണ്. എന്താണ്? ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ.
അപ്പം മാർപ്പാപ്പ മൂന്നാമത്തെ രഹസ്യമായിട്ട് കൂട്ടിച്ചേർത്ത് എന്താണ്? ഈശോയുടെ സുവിശേഷ പ്രഘോഷണം. ഒന്ന്, അവൻ്റെ പരസ്യ ജീവിതത്തിലെ സ്വർഗം തുറക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രകാശമാണ് ഇവനെന്ന് അവതരിപ്പിക്കുന്നു. മനുഷ്യൻ പ്രകാശത്തെ സ്നേഹിക്കണം, അന്ധകാരത്തെ ഉപേക്ഷിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3:19 മുതൽ പറയുന്ന. കാരണം ശിക്ഷാവിധിയുടെ കാരണം പ്രകാശത്തെ സ്വീകരിക്കാത്ത. അതുകൊണ്ട് പ്രകാശമാണ് ക്രിസ്തു എന്ന് ഒന്നാമത്തെ രഹസ്യത്തിൽ പറയുന്നു. 2, ഇവനിൽ വിശ്വസിച്ചാൽ, ഇവൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടിയാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. മൂന്നാമതായിട്ട് പറയണം, ദൈവരാജ്യത്തിലേക്ക് ഉള്ള ആഹ്വാനമാണ് ഈ ജപമാല. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച്. 2, മാനസാന്തരപ്പെടണം എന്നുള്ള ക്രിസ്തുവിൻ്റെ പ്രബോധനം. ക്രിസ്തു പറയാണ് മാനസാന്തരപ്പെടണം. ലൂക്കാ സുവിശേഷത്തിൽ കാണുന്നതാണ്, വലിയൊരു പ്രകാശം കണ്ടു, യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം അതാണ് മൂന്നാമത്തെ രഹസ്യത്തിൽ നമ്മൾ കാണുക. ലോകാവസാനം വരെ യേശു നടത്തുന്ന പ്രഘോഷണമാണ്. ലോകാവസാനം വരെ പ്രത്യേകിച്ച് തന്നെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന അനുതാപ കൂദാശയിലൂടെ തൻ്റെ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷ കർത്താവ് എന്ന് പറഞ്ഞാൽ വചനം കേട്ടവർ മാനസാന്തരപ്പെട്ടു. അപ്പസ്തോലന്മാർ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവർ പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിച്ച് അവർ ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ച ഉടനെ തന്നെ ഹൃദയം നുറുങ്ങി അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്നാപകൻ പ്രസംഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ദൈവരാജ്യം എവിടെയെല്ലാം പ്രസംഗിക്കുന്നുണ്ടോ അതിൻ്റെ അനന്തര ഫലമാണ് മാനസാന്തരം, അനുതാപം, ദൈവത്തിൻ്റെ കരുണയെ. ഇപ്പോൾ യുഗാന്ത്യം വരെ ഈ ദൈവരാജ്യ പ്രഘോഷണം നടന്നുകൊണ്ടിരിക്കണം. അത് വിവിധ മാധ്യമങ്ങളിലൂടെ, ധ്യാന കേന്ദ്രങ്ങളിലൂടെ, വ്യക്തികളിലൂടെ എല്ലാം കർത്താവ് എന്ന് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് സംഭവിക്കാതെ ഏത് സുവിശേഷ പ്രഘോഷണങ്ങളും അർത്ഥവത്തല്ല. ദൈവരാജ്യത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. സ്വർഗത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലാകണം നമ്മളുടെ എല്ലാ ദൈവരാജ്യ പ്രഘോഷണങ്ങളും. അനുഗ്രഹങ്ങളൊക്കെ അതിൻ്റെ കൂടെ നടന്നോളൂ. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ സകലതും കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇവിടെ അനുഗ്രഹങ്ങളുടെ പിന്നാലെയുള്ള ഒരു അത് ഇതിൻ്റെ ഭാഗമാണത്. നമുക്ക് തീർച്ചയായിട്ടും അത് പ്രഘോഷിക്കണം. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം മാനസാന്തരം, അനുതാപത്തിലേക്കുള്ള നയിക്കലാണത്. അപ്പം അതാണ് പരസ്യജീവിതത്തിലുള്ള ഈശോയുടെ ആദ്യത്തെ പ്രസംഗം. അതാ, സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു, സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടണം. അത് തന്നെയാണ് അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം പ്രസംഗിച്ചു തുടങ്ങിയതാണ്, മാനസാന്തരപ്പെടണം. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോൾ ഈ ഹൃദയം നിറങ്ങിച്ചു വേണം. അപ്പോൾ തന്നെ അവർക്ക് അനേകം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അവിടെ അപ്പോൾ തന്നെ ജ്ഞാനസ്നാനമേറ്റു. അപ്പോൾ ഇതിൻ്റെ ഫലമാണ് മാനസാന്തരം. മാനസാന്തരത്തിൻ്റെ ഫലമായി ദൈവരാജ്യത്തിലേക്കുള്ള അംഗത്വം സ്വീകരിക്കുന്നു. 4ാമത്തെ രഹസ്യത്തിലാണ് വലിയൊരു പ്രകാശ രഹസ്യം, മറുരൂപപ്പെടൽ എന്ന് പറഞ്ഞാൽ ശരിക്കും രൂപാന്തരീകരണം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ രഹസ്യത്തിൽ കാണും. ഈശോ വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട് മാർപ്പാപ്പ ചേർത്ത് വെച്ചത് താബോർ മലമുകളിൽ വെച്ച്. നമുക്കറിയാം, അത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-30 ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ക്രിസ്തു പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഈശോയുടെ പരസ്യ ജീവിതത്തെ ധ്യാന വിഷയമാക്കി കഴിയുമ്പോൾ ആ വ്യക്തി മറുരൂപപ്പെടണം. ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൃപയിലേക്ക് കടന്നു വരണം. സാധിക്കും അത്. വിശുദ്ധ അൽഫോൻസാമയുടെയും എബ്രാസ്യാമയുടെയും ഒക്കെ ജീവിക്കും. എബ്രാസ്യാമയെ കുറിച്ച് പറയണം, സഞ്ചരിക്കുന്ന സക്രാരിയാണ് അമ്മ. അതായത് പ്രാർത്ഥിക്കുന്ന അമ്മയാണ് എബ്രാസ്യ. അൽഫോൻസാമയിൽ ഒരു പ്രത്യേകത കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു മറുരൂപപ്പെടൽ പഴയ മനുഷ്യനെ, ആസക്തികളോട് കൂടിയ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പം മറുരൂപപ്പെട്ട് കഴിഞ്ഞു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് പൗലോസ്ലീഹ പറയാൻ കാരണമുണ്ടാകുന്നത് ഈ രൂപാന്തരീകരണം സംഭവിച്ചു. ഇപ്പം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ, ഈ ജപമാലയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ പരസ്യ ജീവിതത്തെ ധ്യാന വിഷയമാക്കുന്ന ഒരു വ്യക്തി ഈ മറുരൂപപ്പെടലിലേക്ക് കടന്നു വരണം എന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ രഹസ്യങ്ങളിൽ 4ാമത്തെ രഹസ്യത്തിൽ താബോർ മലമുകളിൽ സംഭവിച്ച രൂപാന്തരീകരണം കൊണ്ടുവയ്ക്കുന്നത്. അതായത് അവനോടൊപ്പം പീഡാസഹനത്തിൻ്റെ തീവ്രവേദന അനുഭവിക്കാൻ തയ്യാറാവുക. ദൈവികതയുടെ മഹത്വം ക്രിസ്തുവിൻ്റെ മുഖത്തു നിന്ന് പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പരിവർത്തനം ചെയ്യപ്പെട്ട്, ഇതാണ് ഈ ധ്യാനം കൂടിക്കഴിയുമ്പോൾ. അപ്പോൾ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ രീതിയിൽ മോശമായി നടന്ന വ്യക്തികൾ, അല്ലെങ്കിൽ പള്ളിയിലൊന്നും കയറാതെ നിരീശ്വരവാദത്തിൻ്റെ അടിമ, അവരൊരു ധ്യാനത്തിലൂടെയോ ദൈവവചനം കേട്ട് കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ എടുത്തു വായിക്കുക എന്ന ഒരു പ്രചോദനം കിട്ടി.
പകലിന് യോജിച്ച വിധം സുഖലോലുപതയിലോ മദ്യാസക്തിയിലോ നിങ്ങൾ ജീവിക്കരുത്. പകരം പ്രകാശത്തിലേക്ക് കിടന്നു. അപ്പോൾ ഈ അഗസ്തിനോസ്, സഭയിലെ ഏറ്റവും വലിയ വേദപാരംഗതൻ, ദൈവശാസ്ത്ര പണ്ഡിതൻ, എല്ലാ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം അഗസ്തിനോസിൻ്റെ പഠനങ്ങളാണ് സെമിനാരികളിലൊക്കെ പഠിക്കും പറയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി മാനസാന്തരത്തിലേക്ക് വരികയാണ്, പ്രകാശത്തിലേക്ക് പൂർണ്ണതയിലേക്ക്. അപ്പം അങ്ങനെയാണ് അഗസ്തിനോസിൻ്റെ ജീവിതം മാറുക. മനിക്കേയൻ പാഷണ്ഡതയിലും അതുപോലെ പലതരത്തിലുള്ള തിന്മയിലും പാപത്തിൽ ജീവിച്ചിരുന്ന ഈ അഗസ്തിനോസ് അമ്മ മോനിക്കയുടെ പ്രാർത്ഥന വഴി മാനസാന്തരപ്പെട്ടപ്പോൾ രൂപാന്തരപ്പെടുകയാണ്. പ്രകാശത്തിൻ്റെ ദിവരഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ രൂപാന്തരീകരണം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകണം. അത് കിടപ്പ് രോഗികളാണെങ്കിലും ആരോഗ്യമുള്ളവരാണെങ്കിലും ഞാൻ എത്ര രീതിയിലാണെങ്കിലും ഈ ഒരു മാനസാന്തരത്തിന്, മനപരിവർത്തനം, പരിശുദ്ധാത്മാനുള്ള 5-ാമത്തെ രഹസ്യത്തിൽ പറയണം. അവസാന രഹസ്യം കുർബാന സ്ഥാപനമാണ്. അത് ജെറൂസലേമിലെ സഹിയോൻ മാളിക മുറയിൽ മത്തായിയുടെ സുവിശേഷത്തിൽ എല്ലാ സുവിശേഷങ്ങളും കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വചനഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളിത് കാണുന്നുണ്ട്. ഈശോയുടെ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അവിടെ ആ അവസാന രഹസ്യം എന്ന് പറഞ്ഞത് കുർബാന സ്ഥാപനം. യേശു അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ശരീരവും രക്തവും നൽകുന്നു. ഇത് താൻ ആരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കാനിരിക്കുന്നുവോ ആ മനുഷ്യവംശത്തോടുള്ള സ്നേഹം അവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളുടെ പ്രകാശത്തിൻ്റെ രഹസ്യം, അവസാനം വരെ. ഈ കുർബാന സ്ഥാപനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാർപ്പാപ്പ അതിനകത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. കാരണം ജോർദാനിലെ മാമോദിസായിൽ പിതാവ് നേരിട്ട് നടത്തിയത്, മറിയത്തിൻ്റെ അധരങ്ങളാൽ പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നത്, പിന്നീട് കർത്താവ് ദൈവരാജ്യത്തിൽ കർത്താവ് തന്നെ നേരിട്ട് പ്രസംഗിക്കുന്നത്, പിന്നെ അവൻ പറയുന്നത് എന്തും ചെയ്യുക എന്ന ഇതാണ്. അതാണ് പിന്നീട് സുവിശേഷത്തിൽ മുഴുവൻ കാണുന്നത്. ഈശോ പറയുന്നത് ചെയ്യുക. നമ്മളോട് സഭ ആവശ്യപ്പെടുന്നതാ, കർത്താവ് ആവശ്യപ്പെടുന്നതാ, അവൻ്റെ കൽപ്പനകൾ പാലിക്കുക. എന്നിട്ട് പറയുകയാണ് പ്രകാശ രഹസ്യങ്ങളെല്ലാം ഇതിനകത്തല്ല ഈ മരിയൻ രഹസ്യം അടങ്ങിയിരിക്കുന്നുണ്ടെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. മറിയത്തിൻ്റെ സാന്നിധ്യം ഒരിടത്തുള്ളെങ്കിലും ഈ ഉപദേശം ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകളും അടയാളങ്ങളിലെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് കുർബാന സ്ഥാപിച്ചതിൽ പറയാണ് പരിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ വിശുദ്ധിയോടെ പങ്കെടുക്കുക. ഇപ്പോൾ പ്രത്യേകിച്ചും ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നമുക്കന്നൊരു ആരാധനയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ദൈവരാജ്യ ശുശ്രൂഷ ചെയ്തിരിക്കുന്നവർ കൂടുതൽ ആത്മീയ കരുത്ത് ലഭിക്കാനായിട്ട് ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂടെ ചൊല്ലണം. കൂടുതൽ കാരണം പരസ്യ ജീവിത ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവവചനം പ്രസംഗിക്കാൻ, മാനസാന്തരത്തിനുള്ള സുവിശേഷം പ്രസംഗിക്കാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും സുവിശേഷ പ്രഘോഷകൻ്റെ കൂടെ ഉണ്ടാകാൻ, അവനെ തന്നെ രൂപാന്തരപ്പെടുത്താൻ, പരിശുദ്ധ കുർബാനയോട് ആളുകളെ ഉൾച്ചേർത്ത് നിർത്താൻ, ഈ കൃപകൾ സ്വീകരിക്കാൻ ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളെ പ്രത്യേകിച്ചും ശുശ്രൂഷ മേഖലകളിൽ ജീവിക്കുമ്പോൾ ഈ രഹസ്യം നമ്മളെ കൂടുതൽ സഹായിക്കും. അല്ലെങ്കിൽ നമ്മളൊരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിത് പറയുന്നത് ഒരു ആത്മീയ വശം എന്ന രീതിയിൽ മാത്രമാണ്. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളെ കൂടുതൽ പരസ്യ ശുശ്രൂഷകളും നമ്മളുടെ സുവിശേഷ പ്രഘോഷണത്തിനും ഏറെ സഹായിക്കുന്ന ധ്യാന വിഷയങ്ങളാണ്. ഈ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ അതിലെ പരസ്യ ജീവിതത്തിലെ പല സംഭവങ്ങളെ 5 സംഭവങ്ങളെ കേന്ദ്രസ്ഥാനത്ത് കൊണ്ടുവന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവരാജ്യ ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ, തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി ഓടാൻ, ഒരുപക്ഷെ നമുക്ക് പ്രാർത്ഥനയിലൂടെ, ചിലപ്പം പ്രവർത്തിക്കാൻ പറ്റാത്തവർക്ക് പ്രാർത്ഥനയിലൂടെ ഒരുപാട് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. വിശുദ്ധ കൊച്ചിറേസ്യ ചെയ്ത പോലെ പ്രവർത്തികളിലൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളുടെ വാക്കുകളിലൂടെ, പ്രാർത്ഥനയുടെ വഴി പറ്റും, വാക്കുകളിലൂടെ പറ്റും, പ്രവൃത്തിയിലൂടെ പറ്റും. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഈ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ജീവിക്കാനും അത് മുന്നോട്ട് സ്വീകരിക്കാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ഈ ജപമാല രാജ്ഞിക്കൊപ്പം നമ്മൾ ഈ 18-ാമത്തെ ദിവസത്തിലായിരിക്കുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയെ, പ്രത്യേകമായിട്ട് ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് അമ്മയോട് ചേർന്ന് സുഹൃത ജപം പോലെ ചൊല്ലാം. ഒരു സൽക്രിയ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന, പ്രത്യേകിച്ചും ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി ധ്യാന ശുശ്രൂഷകൾ നടത്തുന്നവർ, ഷാലോൺ ടെലിവിഷൻ, അങ്ങനെ വിവിധ മാധ്യമങ്ങളുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഇന്ന് നമുക്ക് ഈ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ചും ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന പല മേഖലകളിലൂടെ, പല നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ, നവമാധ്യമങ്ങളിലൂടെ, പലതരത്തിലെ ടെലിവിഷൻ ചാനലുകളിലൂടെ, ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു
3 നന്മ നിറഞ്ഞ മറിയം സൽക്രിയ പോലെ നമുക്ക് ചൊല്ലി കാഴ്ചവെക്കാം. നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരാം. മുട്ടിന്മേൽ നിന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. മാനവർക്കു മോദമേറ്റും മാലിനി മാണിക്യമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ലോകമെമ്പാട് സുവിശേഷം പ്രസംഗിക്കുന്നവരെ, ദൈവരാജ്യ ശുശ്രൂഷയിലായിരിക്കുന്നവരെ നമ്മളിന്ന് പ്രത്യേകം ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് ഭക്ഷണവും അതുപോലെ വിശ്രമിക്കാൻ ആവശ്യമായ സ്ഥലങ്ങളും ഭക്ഷണവും ജലവും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ ഓർക്കുക, ആത്മാവിന് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഈ ആരാധന എന്നുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈശോയുടെ മുമ്പിലായിരിക്കാൻ. എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ഈ ആരാധന. ആത്മാവിനെ കഴുകുന്നതാണ് കുമ്പസാരം, എന്നെ വിശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തേടേണ്ടത് കർത്താവിൻ്റെ ഈ സ്നേഹമാണ്. അതുകൊണ്ട് നമുക്ക് ഈശോയുടെ വലിയ ആഗ്രഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം, ഈ ആരാധിക്കാം. നമുക്ക് ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. ആരാധന ആരാധന ഓ എൻ്റെ ദൈവമേ, ആരാധന 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 ഓ എൻ്റെ യേശുവേ, ആരാധന 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 ആത്മാവം ദൈവമേ, ആരാധന ത്രിയേക ദൈവമേ, ആരാധന. ഉയർത്തി സ്തുതിച്ചു ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ത്രിയേ
ദൈവമേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മുടെ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ നിന്നെ എപ്പോഴും അനുയാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടു, പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ദൃശ്യമായി കാണുന്ന ഒരു സ്ഥലം മാത്രം, അത് കാനായിലെ കല്യാണ വിരുന്നിലാണ്. പക്ഷെ മാതാവ് പുത്രനോടൊപ്പം അസാന്നിധ്യമാണ്, അല്ലെങ്കിൽ സാന്നിധ്യം നമ്മൾ കാണുന്നില്ലെങ്കിലും അദൃശ്യമായി അമ്മ പുത്രനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് സ്വർഗം ദിവ്യകാരുണ്യനാഥൻ നമ്മളോട് പറയുന്നത്. എൻ്റെ പരിശുദ്ധ അമ്മ നിന്നോടൊപ്പം അനുയാത്ര ചെയ്യുന്നുണ്ട്. കാരണം പുത്രനെ തനിച്ചു വിടാൻ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. കുരിശിൽ നിന്ന് അന്ത്യസമാനമായിട്ട് അമ്മയ്ക്ക് നൽകിയതാണ് മക്കൾ ഓരോരുത്തരെയും. നമുക്ക് നൽകിയതാ പരിശുദ്ധ അമ്മയെ. അതുകൊണ്ട് അമ്മ മാതാവിനെ സ്നേഹിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ ആരാധനയിലും പങ്കെടുക്കാനായിട്ട്. കാരണം അമ്മ ഓരോ ആരാധനയിലും സന്നിഹിതയാണ്. ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ആ ബലിപീഠത്തിൻ്റെ അരികെ കരങ്ങൾ കൂപ്പി അമ്മയുണ്ട് എന്നാണ് നമ്മൾ വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപാട് ബലിയർപ്പണ സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ വൈദികർ അനുഭവിച്ചറിയുന്ന ഒരു സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. കാരണം കാൽവരി ബലയിൽ പുത്രൻ ആദ്യമായി തന്നെ ബലിയർപ്പിച്ച് രക്തം ചിന്തിയപ്പോൾ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഈശോ തന്നെ സ്വയം ബലിയായി അർപ്പിച്ച ആ കാൽവരിയിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ബലിയർപ്പണ വേളയിലും, അന്ത്യത്താഴ വേളയിൽ ഈശോ അപ്പവും വീഞ്ഞും തൻ്റെ ശരീരവും രക്തവുമായി മാറുമെന്നും ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, ഇത് നിത്യജീവന്റെ അപ്പമാണെന്ന് ഈശോ പഠിപ്പിച്ച ആ വേളയിൽ അമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ട്. കാരണം അമ്മ പുത്രനോടൊപ്പം അനുയാത്ര ചെയ്യുന്നുണ്ട്. പുത്രനെ ഏൽപ്പിച്ച മക്കളായ നമ്മളോടൊപ്പം പരിശുദ്ധ അമ്മയുണ്ട്. കാരണം ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറക്കപ്പെട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞതുപോലെ ഈ സമയം മനസ്സ് തകർന്നവർക്ക് ഈ വചനം ഒരാശ്വാസമായി തീരട്ടെ. കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ നമ്മൾ പ്രത്യേകം ഈ ശാലോമിൻ്റെ ശുശ്രൂഷയിൽ ഓർക്കാറുണ്ട്. മനസ്സ് തകർന്നവരെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥനയിൽ അനുസ്മരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്വരം ഈ സമയം കാതുകളിൽ മുഴകട്ടെ. സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് നമ്മളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് വലിയൊരു സ്വരമുണ്ടാകുന്നു, നീ എൻ്റെ പ്രിയപ്പെട്ടവനാ, നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനുമാണ്, മകനെ മകളെ നീ എൻ്റേതാ. ആ വലിയ സ്വരം നമ്മുടെ കാതുകളിൽ ശ്രവിക്കട്ടെ. നീ എനിക്ക് പ്രിയപ്പെട്ടവനാ, നീ എനിക്ക് അമൂല്യനാ, നീ എനിക്ക് പ്രിയങ്കരനാ, മകനെ മകളെ നീ എൻ്റേതാ. ഇതാണ് പ്രകാശത്തിൻ്റെ രഹസ്യത്തിൽ സ്വർഗം വെളിപ്പെടുത്തുകയാണ്. നമുക്ക് വേണ്ടി അവൻ പാപമായി മാറി. പാപത്തിന് ഇതാണ് കൊരിന്തോസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. പാപമില്ലാത്തവനെ അവിടുന്ന് ദൈവം തൻ്റെ നീതി നിറവേറ്റാൻ വേണ്ടി അവൻ ക്രിസ്തുവിനെ പാപമാക്കി മാറ്റി. അതാണ് ഈ ജ്ഞാനസ്നാന വേളയിൽ അവൻ നമുക്ക് വേണ്ടി പാപപരിഹാരാർത്ഥം ബലിയായി തീരേണ്ടവൻ പാപങ്ങൾ ഏറ്റെടുത്ത് ഇതിൻ്റെ ശുദ്ധീകരണം നടത്തുകയാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അവൻ പറയുന്നത് ചെയ്യാൻ അമ്മ ആവശ്യപ്പെട്ടത് വഴി കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കർത്താവ് ആ ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ഈ ഈശോ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അടുക്കൽ ഈ ഈശോയെ സന്ദർശിക്കുക, കർത്താവിനെ ചേർത്ത് നിൽക്കുക, കർത്താവിനെ വിളിക്കുക. കർത്താവെ, നീ പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ
നീ വന്ന് ഈ പച്ചവെള്ളത്തെ ആശീർവദിക്കണമേ. നീ വന്ന് ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അങ്ങോട്ട് ശക്തിപ്പെടുത്തും. തണുത്തുറഞ്ഞു പോയി കർത്താവേ, ആ വീഞ്ഞിൻ്റെ ലഹരിയൊക്കെ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷമൊക്കെ ഇന്ന് പോയി. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്. പലതും നഷ്ടപ്പെട്ടു പോയ, തീർന്നു പോയ അവസ്ഥയിൽ നാണക്കേടിൻ്റെ തലങ്ങളിൽ നിൽക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിലെ കുടുംബം ലജ്ജിച്ച് തല താഴ്ത്തിയപ്പോൾ അമ്മ അത് തിരിച്ചറിയുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ മക്കളെ കൊണ്ട് നാണക്കേട് നേരിടുന്നവരുണ്ട്. ജീവിത പങ്കാളിയെ കൊണ്ട് മാതാപിതാക്കളുടെ അടുത്തും സഹോദരങ്ങളുടെ അടുത്തും ഒരുപക്ഷെ സ്വന്തം മക്കളുടെ മുമ്പിലും ലജ്ജിച്ച് തല താഴ്ത്തുന്ന മാതാപിതാക്കളുണ്ട്. എല്ലാ രീതിയിലും ശൂന്യമായി പോയ, തീർന്നു പോയ അവസ്ഥയിലെ ഇവിടേക്ക് പരിശുദ്ധ അമ്മയോട് പറ, അമ്മേ, പുത്രനോട് ആവശ്യപ്പെടുക ഞങ്ങളെ ആശീർവദിക്കാൻ, വലിയൊരു അത്ഭുതം ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ. ഈ ആരാധനയുടെ സമയത്ത് അപ്രകാരമുള്ള കുടുംബ ജീവിതങ്ങളെ ഈശോ സ്പർശിക്കട്ടെ. അപ്രകാരമുള്ളയിടത്ത് കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഈ ആരാധനയുടെ സമയത്ത് അപ്രകാരമുള്ള കുടുംബങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം നിറയട്ടെ. കുടുംബങ്ങളിൽ പുതുവീഞ്ഞ് ലഹരി നിറയുന്ന പോലെ കുടുംബജീവിതങ്ങളിൽ വലിയൊരു ആനന്ദമുണ്ടാകട്ടെ. തകർന്നുപോയ ബിസിനസ്സുകളിൽ, നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളിൽ എല്ലാം തകർന്നു എന്ന് തോന്നി ലജ്ജിച്ച് തലനാഴ്ത്തി നിൽക്കുന്നവരിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ ഈ ദിവ്യകാരുണ്യനാഥൻ ഇപ്പോൾ ഈ നിമിഷം തന്നെ അത്ഭുതങ്ങൾ ചൊരിയട്ടെ. അത്ഭുതങ്ങളുടെ വലിയ ഒരു അഭിഷേകം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഈശോയിലേക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ ഈ സമയം തന്നെ ദിവ്യകാരുണ്യനാഥൻ നിങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിച്ചുകൊണ്ട് സ്നേഹകൂദാശയിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവ് ഈ സമയം നമ്മുടെ കുടുംബങ്ങളെ ആശീർവദിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ തകർന്നുപോയവര്, നിരാശയിലായിരിക്കുന്നവര്, തണുത്തുറഞ്ഞു പോയ സ്നേഹം തണുത്തുറഞ്ഞു പോയവര്, പല രീതിയിൽ അപമാനിതരായവർ ഈ സമയം ശക്തി പ്രാപിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥത്താൽ, ഈശോയുടെ ആശീർവാദത്താൽ കുടുംബങ്ങളിൽ വലിയ കൃപകൾ വീണ്ടും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ, ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ. നോവുകൾ നിറയും മരുഭൂയാത്രയതിൽ, ഭാരങ്ങളേറും ഈ ലോകവീതിയതിൽ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. യേശുവമിടയൻ കൂടെയുണ്ട്, കൺമണി പോലെ കാത്തിടുവാൻ. കരങ്ങളടിച്ച് ഈശോയെ ആരാധിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും സഭയിലും എവിടെയെല്ലാം കർത്താവിനെ ആരാധിക്കുന്നുവോ, ഈ ശുശ്രൂഷയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നുവോ, ആ സ്ഥലങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ആ വ്യക്തികളും കുടുംബങ്ങളും അവരുടെ ഭക്ഷണപാനീയങ്ങളും കർത്താവെ, അവരുടെ വസ്തുവകകളും കന്നുകാലികളും ആട്ടിൻകൂട്ടങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവർ, ദിവ്യകാരുണ്യ സ്നേഹത്തിൽ ഈശോയെ തേടുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സമൃദ്ധിയാൽ ആ സ്ഥലങ്ങളെല്ലാം വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെയിരിക്കും കൂരിരുൾ താഴ്വരയിൽ, വിരുന്നൊരുക്കും വിജനമം വീടുകളിലും. കൂടെയിരിക്കും കൂരിരുൾ താഴ്വരയിൽ, വിരുന്നൊരുക്കും വിജനമം വഴികളിലും. കരുതുന്ന ദൈവം, കനിവുള്ള ദൈവം, കണ്ണീർ തുടയ്ക്കുന്ന ദൈവം. കരുതുന്ന ദൈവം, കനിവുള്ള ദൈവം, കണ്ണീർ തുടയ്ക്കുന്ന ദൈവം. കൂടെയിരിക്കും കൂരിരുൾ താഴ്വരയിൽ, വിരുന്നൊരുക്കും വിജനമം വഴികളിലും. കരുതുന്ന ദൈവം, കനിവുള്ള ദൈവം, കണ്ണീർ തുടയ്ക്കുന്ന ദൈവം. വിളിച്ചു പ്രാർത്ഥിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ച് സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന.
ഈശോയെ ആരാധന. ഈശോയെ നോക്കി ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന. കരുതുന്ന ദൈവം, കനിവുള്ള ദൈവം, കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, കനിവുള്ള ദൈവം, കരുതുന്ന ദൈവം, കണ്ണീർ തുടയ്ക്കുന്ന ദൈവം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ഈ അൾത്താരയിലെ പരമപരിശുദ്ധമായ കൂദാശയിൽ ദൈവരാജ്യം നിഗൂഢമായ അവസ്ഥയിൽ ഇവിടെ സമ്പൂർണമായും സന്നിഹിതമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ ദിവ്യകാരുണ്യ ആരാധനയിലും ഈ പരമപരിശുദ്ധ കൂദാശയിലും ദൈവരാജ്യം സന്നിഹിതമാണ്. ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോഴും ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പ്രഘോഷിക്കുന്നത്. ഈ ദൈവരാജ്യത്തിൻ്റെ മക്കളാകണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ അനുതപിക്കണം, നിങ്ങളുടെ പാപത്തിൻ്റെ വഴികളെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഈശോ ഇന്ന് പറയുന്നതാ, മക്കളെ, പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കണം, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ദൈവരാജ്യം സാധ്യമാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരണം. കാരണം ദൈവരാജ്യത്തിൻ്റെ എല്ലാ പഠനങ്ങളും, ദൈവരാജ്യത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഈ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിപ്പുണ്ട്. കാരണം ഈ കൗദാശികമായ ഈ പരമപരിശുദ്ധ ആരാധനയിൽ ഒരുവൻ കണ്ടെത്തുന്നത് ദൈവരാജ്യം തന്നെയാണ്. കാരണം വയലിൽ ഒളിപ്പിക്കപ്പെട്ട നിധി പോലെ, മുത്തുപോലെ, അതുപോലെ വലയിൽ അകപ്പെട്ട മത്സ്യം, അത് ദൈവരാജ്യത്തിന് സദൃശമാണെന്ന് പറയും. അതുപോലെ പാകുന്ന വിത്തുകൾ, അത് ദൈവരാജ്യത്തിന് സദൃശമാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ പ്രവൃത്തികൾ പോലും ഈ ആരാധനയിൽ നമ്മൾ അവനെ കണ്ടെത്തുമ്പോൾ ദൈവരാജ്യം തന്നെയാണ് നമ്മൾ തേടുക. എൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോഴും യേശു ആവശ്യപ്പെടുക, എൻ്റെ സ്നേഹകൂദാശയിൽ എന്നെ ഇപ്പോൾ സമീപിക്കുന്നവൻ ഈ ദൈവരാജ്യം തന്നെയാണ് കണ്ടെത്തുന്നത്. എൻ്റെ അരൂപിക്ക് ചേർന്ന വിധം ആഗ്രഹിക്കുന്നവരെല്ലാം അവൻ ഈ ആരാധനയുടെ സമയത്ത് നേടും. എൻ്റെ അരൂപിക്കടുത്ത്, എൻ്റെ അരൂപിയോടടുത്ത് ജീവിക്കുന്നവൻ, അവൻ ആഗ്രഹിക്കുന്ന എല്ലാം ഈ ആരാധനയുടെ സമയത്ത് ലഭിക്കും. ഈ ദിവ്യകാരുണ്യ ആരാധന, പ്രിയപ്പെട്ടവരെ, ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ഈ ശുശ്രൂഷയോട് ചേർത്ത് നടത്തുന്ന ഈ ആരാധനയിൽ എൻ്റെ അരൂപിക്ക് ചേർന്ന വിധം ആഗ്രഹിക്കുന്നവർ, എൻ്റെ അരൂപിക്ക് ചേർന്ന വിധം ജീവിക്കുന്നവർ, അവരെല്ലാം നേടുക തന്നെ ചെയ്യും. ഈശോയുടെ വാഗ്ദാനമാത്. ഇവിടെയെല്ലാം കർത്താവിനെ ആരാധിക്കുന്നുണ്ടോ? ഇവിടെയെല്ലാം കർത്താവിൻ്റെ നാമത്തിന് മഹത്വം നൽകുന്നുണ്ടോ? എവിടെയെല്ലാം ദൈവവചനം പ്രഘോഷിക്കുന്നുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏതെല്ലാം ഭവനങ്ങളിൽ ദൈവവചനം കേൾക്കുന്നുണ്ടോ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ജ്വലിപ്പിക്കും. വചനം ശ്രവിക്കുന്ന മാത്രയിൽ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളും ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളും, ദൈവവചനം ഫലം ചൂടുന്നതാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്ന് വിശ്വസിക്കുന്നവൻ അരൂപിക്ക് ചേർന്ന വിധം ആഗ്രഹിക്കുമ്പോൾ, അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരാഗ്രഹിക്കുന്ന എല്ലാം കർത്താവ് നൽകും. അവരുടെ ഭക്ഷണവും പാനീയങ്ങളും അവിടുന്ന് ആശീർവദിക്കും. അവരുടെ എല്ലാ വസ്തുവകകളെയും കർത്താവ് സ്നേഹിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അരൂപിക്ക് ചേർന്ന വിധം ജീവിക്കുമ്പോൾ കർത്താവ് എല്ലാം നൽകും. ഒപ്പം എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി അവിടുന്ന് മാറ്റും. താബോർ മലമുകളിലുണ്ടായ അനുഭവം, കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ അരൂപിക്ക് ചേർന്ന വിധം ജീവിക്കുമ്പോൾ ഒരു മറുരൂപപ്പെടൽ നമ്മിൽ സംഭവിക്കും. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നവൻ പതുക്കെ പതുക്കെ ഈശോ പറയുകയാണ്, അവൻ ഈ ദിവ്യകാരുണ്യത്തോട് ചേർന്നുകൊണ്ടിരിക്കുമ്പോഴും അവനെ ഞാൻ വിശുദ്ധീകരിക്കും. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ അന്ത്യത്താഴ വേളയിൽ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ പറയാണ്, ഈ പരിശുദ്ധ കുർബാന പത്രോസിനോട് പറയുന്നില്ലേ മനോഹരമായിട്ട്,
കുളി കഴിഞ്ഞവൻ്റെ, വിശുദ്ധീകരിച്ചവൻ്റെ, അനുതപിച്ചവൻ്റെ, പാപം കഴുകിക്കളഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി. നീ അവൻ സഞ്ചരിക്കുന്ന വഴികൾ മാത്രം നോക്കിയാൽ മതി. അനുതാപം സ്വീകരിച്ചവനെ, കുളി കഴിഞ്ഞവനെ, കഴുകിയവനെ പിന്നീട് മുഴുവനായിട്ടും ചെയ്യേണ്ടവല്ലോ. അവൻ്റെ കൂടെ കർത്താവ് ഉണ്ടാകും. ഓരോ അപ്പം മുറിക്കുമ്പോഴും ഈശോയെ കാണാൻ ആഗ്രഹിച്ച് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. നമുക്ക് ഈശോയെ ആരാധിക്കാൻ പ്രിയപ്പെട്ടവരെ. ഇത് വെറുമൊരു വൈകാരികമായ ഒരു പ്രകടനമല്ല. കർത്താവിനെ തന്നെയാണ് ആരാധിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം, കർത്താവിൻ്റെ കൂടെ വസിക്കണം. അതാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. താബോർ മലമുകളിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും അവിടുന്ന് കാണിച്ചു കൊടുത്തതാ, ഈ മഹത്വം നിങ്ങളും സ്വീകരിക്കും. ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. യോഗ്യമല്ലൻ ഭവനം നാഥാ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും ഈശോ നീ വന്നാലും ഹൃദയത്തിൻ നാഥനായി. ഈശോയെ ക്ഷണിക്കാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തിജീവിതങ്ങളിലേക്കെല്ലാം ൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈ സ്നേഹകൂദാശയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ നീ എന്നിലേക്ക് വരണമേ. ഈശോയും ആ ഒരു വലിയ സ്വീകരണമാണ് നമുക്ക് നൽകുന്നത്. ഈ സ്നേഹകൂദാശയിൽ സന്നിഹിതനായിരിക്കുന്ന എൻ്റെ അടുക്കലേക്ക് വരിക. ഒരു ദിവികാരുണ്യ ആരാധനയും പ്രിയപ്പെട്ടവരെ ഈശോയുടെ സന്നിധിയിലേക്ക് വരാനുള്ള വലിയൊരു ക്ഷണമാണ് നമുക്ക് നൽകുന്നത്. അത് നിന്റെ ആത്മാവിൻ്റെ അതിസ്വാഭാവികവും നൈസർഗികവുമായ ജന്മവാസനയായി തീരട്ടെ എന്ന് ഈശോ പറഞ്ഞു. നിരന്തരം മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ കുർബാനയിൽ പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാനയിലേക്ക് പോകാൻ, കുർബാന എന്നുള്ളതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ, അടുക്കൽ എൻ്റെ പക്കലേക്ക് വരിക, ദിവ്യാന സന്നിധിയിലേക്ക് വരിക. അത് നിന്റെ ജന്മവാസനയായി തീരട്ടെ. എപ്പോഴും എൻ്റെ ദിവ്യകാരുണ്യ മുഖം തേടാൻ. ഞാൻ ചില വ്യക്തികളെ ചില കുടുംബങ്ങളിലൊക്കെ കണ്ടു. ഈശോയുടെ ഈ ആരാധനയുടെ സമയത്ത് ഈ ദൈവരാജ്യ അന്വേഷണത്തിൽ അവരെന്താണ്, അവരുടെ ഭവനങ്ങളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ലൂർദിൽ, അടുത്ത നാളിലാണ് ലൂർദിലും ഫാത്തിമായിലും ഒക്കെ അല്ലെങ്കിൽ പല ധ്യാന കേന്ദ്രങ്ങളിലൂടെ 24 മണിക്കൂറും ദിവ്യകാരുണ്യ ആരാധനയുടെ ലൈവ് സംപ്രേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ, എപ്പോഴും ഈ ദിവ്യകാരുണ്യ മുഖം തേടാനായിട്ട് ദേവാലയങ്ങളിൽ പോകാൻ സാധിക്കാത്തവർക്ക് വേണ്ടി. ചില വ്യക്തികളെ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ വെളിപ്പെടുത്തരും, ഇവരെൻ്റെ
ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹിതരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്നവർ. പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ മുഴുവൻ പറയുന്നതാണ്, പരസ്യ ജീവിതകാലത്ത് ഈശോ ഓരോ വ്യക്തികളിലേക്കും കടന്നു ചെന്നതുപോലെ, പ്രവർത്തിച്ചതുപോലെ നിന്നിലും ഈശോ പ്രവർത്തിക്കും. ഈശോയുടെ കൂടെ നടക്കുക. രക്തസ്രാവക്കാരി അവനെ സ്പർശിച്ചതുപോലെ, സക്കേവൂസ് അവനെ കാണാൻ ആഗ്രഹിച്ചതുപോലെ, കുഷ്ഠരോഗികൾ കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമെന്ന് പറഞ്ഞ് പ്രാണുവീണ് പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് സമീപസ്ഥനാകും. ഈ ആരാധനയിൽ ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യം നമ്മൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നിനക്ക് ഈ ആരാധന ഒരു ജന്മവാസന പോലെ ആക്കി തീർക്കും. നിന്റെ നിരന്തരം മുടങ്ങാത്ത ഒരു ശീലമാക്കി മാറ്റും. ഈശോയെ നമുക്ക് അങ്ങനെ ആരാധിക്കണം. ഒരു ഇൻറ്റിമസി, തമ്പുരാനോട്, ഈ ദിവ്യകാരുണ്യ നാഥനോട് വലിയൊരു സ്നേഹബന്ധം നമുക്കുണ്ടാകണം. ഈ വെളിപ്പെടുത്തപ്പെട്ട കർത്താവിൻ്റെ പരിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത് പോലെ അതെല്ലാം സത്യമാണെന്ന് നീ വിശ്വസിക്കുക. അവൻ മാത്രമാണ് ഏക രക്ഷകനെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്, അവൻ രോഗികളെ സുഖപ്പെടുത്തിയത്, അവൻ തളർവാദ രോഗിയെ അവിടുന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്നും അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ദൈവരാജ്യം ഇന്ന് ഈ ഭൂമിയിൽ എൻ്റെ കുടുംബത്തിൽ സംജാതമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ ദൈവരാജ്യത്തിൻ്റെ സ്നേഹം, കർത്താവ് രോഗികളെ സ്പർശിച്ച് സുഖപ്പെടുത്തിയതുപോലെ, കർത്താവെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ പോലെ, അന്ധന് കാഴ്ച നൽകിയതുപോലെ, തളർവാദ രോഗിയെ അവിടുന്ന് കൈപിടിച്ച് ഉയർത്തിയതുപോലെ ഈ സമയം ഞങ്ങളെയും പ്രത്യേകിച്ചും ദൈവരാജ്യ ശുശ്രൂഷയിലായിരിക്കുന്ന അനേകം വ്യക്തികളിലൂടെ, വചനപ്രഘോഷകരിലൂടെ, മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ കർത്താവെ ഞങ്ങളിലേക്ക് ഒരു ദൈവശക്തി കടന്നു വരുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ വലിയ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഈ സമയം കടന്നു വരട്ടെ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ താവേ, അവിടുന്ന് ഗലീലിലും ജെറുസലേമിലും യൂദയായാലും സമരിയായാലും അവിടുന്ന് കടന്നുപോയ വഴികളിലെല്ലാം അവിടുന്ന് സൗഖ്യം നൽകി. മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. തൻ്റെ ശിഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തി. പരിശുദ്ധ കുർബാനയായി അവിടുന്ന് എന്നും കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഈ സ്നേഹ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ വലിയ വിത്തുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് വിതരണമേ. ഞങ്ങളുടെ ഹൃദയമാകുന്ന വയലിൽ ഈ ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ അവിടെ നിന്ന് വിതയ്ക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് ഞങ്ങളെയും ചേർത്ത് നിർത്തണമേ. ഈശോയെ, നിൻ്റെ പരസ്യ ശുശ്രൂഷകൾ അനേകർക്ക് അനുഗ്രഹമായി മാറിയതുപോലെ ഈ ആരാധനയുടെ ആശീർവാദ സമയത്ത് ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയം നൽകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ നാഥ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സൽക്രിയ. ദൈവരാജ്യ വളർച്ചയ്ക്കായി സുവിശേഷ ശുശ്രൂഷയിൽ വ്യാപൃതരായവരെ സമർപ്പിച്ച് 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി കാഴ്ചവെക്കാം. സുകൃതജപം. ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.